നിങ്ങൾ പാപികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാണ്. അപ്പോൾ ആദം പാപം ചെയ്തു, ദൈവത്തെ തള്ളിക്കളഞ്ഞു, അവൻ സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ചു. ദൈവം ആത്മാവ്, സാത്താൻ ആത്മാവ്. ആത്മാവിൽ വെളിച്ചമായിരുന്ന, ആത്മാവിൽ വിശുദ്ധനായിരിക്കുന്ന ആദം ആ വിശുദ്ധിയിൽ ആത്മാവിൽ മരിച്ച് സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു. അവന്റെ വെളിച്ചം പോയി, പ്രിയപ്പെട്ട, അവൻ ഇരുട്ടായിട്ട് തീർന്നു. ആ പാപിയായിരിക്കുന്നവന്റെ, സാത്താന്റെ സന്തതിയായിരിക്കുന്നവന്റെ മക്കളാണ് നമ്മള്. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ സാത്താന് വേണ്ടിയിട്ടത്രേ ദൈവം നരകം സൃഷ്ടിച്ചത്. അവന്റെ ദൂതന്മാർക്ക് വേണ്ടിയിട്ടത്രേ ദൈവം നരകം സൃഷ്ടിച്ചത്. അവർ എന്താണ്, അവർ സാത്താനായിരുന്നില്ല, പിശാചായിരുന്നില്ല, ദൈവത്തിന്റെ കെരൂബായിരുന്നു. ഓ, മനോഹരമായ സകല ജ്ഞാനപൂർണതയോടും എന്താണ്, ജ്ഞാനത്തിന്റെ പൂർണ്ണതയും സൗന്ദര്യ പൂർണ്ണതയിലും കൂടെ ദൈവം സൃഷ്ടിച്ച ഈ ദൂതൻ അവൻ എന്താണ്, നെകളം വഴിയായിട്ടാണ് സാത്താനായിട്ട് തീർന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അവനോട് കൂടെ നിരവധിയായിരിക്കും ദൂതന്മാരും, ഒരുപക്ഷെ 33 കോടി ദൂതന്മാരും ആ സാത്താനോ കൂടെ ഇറങ്ങിപ്പന്നു. അവനത്രേ ലോകത്തിലെ സകല നാശനങ്ങൾക്കും കാരണം. അങ്ങനെ അവനെന്താണ്, ആ പാപം ചെയ്ത മനുഷ്യന്, ആ പാപം ചെയ്ത ദൂതന് വേണ്ടി ദൈവം നരകം സൃഷ്ടിച്ചു. ആ നരകത്തിലേക്ക് ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര്, ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയും കൂടെ പാപം ചെയ്യിച്ച് ആ നരകത്തിലേക്ക് സാത്താൻ വലിച്ചു കൊണ്ടുപോകാൻ. ഏത് നിയമത്തിന് മുമ്പിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ പ്രിയപ്പെട്ട മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ച് നമ്മളെയും കൂടെ അവനോടുകൂടെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതാ ലോകാവസാനത്തെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതി നിയമത്തിന് മുമ്പ് അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി, അതേ പ്രിയപ്പെട്ട അവന്റെ ദൈവികത്വം വിട്ട് ദൈവത്തോടുകൂടെ സമത്വം മുറുകെ പിടിക്കാതെ അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു. ആദ്യത്തെ മനുഷ്യൻ പിതാവിനെ അനുസരിക്കാഴിക വഴി അവൻ നശിച്ചു പോയെങ്കിൽ അവസാനത്തെ ആദമായിരിക്കുന്ന യേശു ക്രിസ്തു പിതാവിനെ അനുസരിക്കുന്ന വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ കൊടുപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി.